ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഡയറക്ട് ചെയ്ത് 1960 പുറത്തുവന്ന സിനിമയാണ് സൈക്കോ. സിനിമയെ കുറിച്ച് എന്ത് പറഞ്ഞാലും സ്പോയിലേഴ്സ് ആയതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ നേരെ സിനിമയിലോട്ട് കിടക്കാം. വർഷം 1960, ഫീനിക്സ് സിറ്റി. മരിയൻ അവളുടെ ബോയ് ഫ്രണ്ട് സാമിന്റെ കൂടെ ഒരു ഹോട്ടൽ റൂമിൽ ഇരിക്കുകയാണ്. ഈ സാമ ഇപ്പം കല്യാണം കഴിച്ചിട്ടുണ്ട്. അവൻ ഡൈവോഴ്സിന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ ഈ ഡൈവോഴ്സ് ഫൈനലൈസ് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവൾക്ക് ഈ സീരിയസ് റിലേഷൻഷിപ്പിലൊന്നും വലിയ താല്പര്യമില്ല. സാമിന്റെ എക്സ് വൈഫിനാണ് ഇവൻ കുറെ ക്യാഷും കൊടുക്കുക. കോടതിയുടെ നിയമപ്രകാരമാണ്. സാമി ഇവൾക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് അവരുടെ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കുന്നു. ഉടനെ തന്നെ മരിയൻ അവളുടെ വർക്കിന് പോവാണ്. അവൾ എന്തോ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവളുടെ ബോസ് ഒരു അഹങ്കാര ഇൻവെസ്റ്റർ കൂടെ ഉള്ളോട്ട് കയറി വരുന്നു. $40,000 അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഭയങ്കര അശ്രദ്ധമായിട്ടാണ്. അയാൾക്ക് എന്തെങ്കിലും ഒരു വീട് വാങ്ങണം. അവളുടെ ബോസ് അവളുടെ പണം ബാങ്കിലിടാൻ പറയുന്നു. അവളന്ന് നേരെ പണം എടുത്ത് അവളുടെ ബാഗിനകത്ത് തന്നെ വെക്കാണ്. അവളുടെ ബോസിനോട് അവൾ പറയുന്നുണ്ട് ഉച്ച കഴിഞ്ഞ് എനിക്ക് ലീവ് വേണം, എനിക്കത്ര സുഖമില്ലെന്ന്. അവൾക്ക് വീട്ടിൽ പോകണം. വീട്ടിൽ പോകുന്നതിന് മുമ്പ് പൈസ ബാങ്കിൽ ഇട്ടിട്ട് പൊക്കോളാം എന്ന് അവൾ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ പുറത്തോട്ട് ഇറങ്ങി നടക്കാണ്. മരിയൻ ബാങ്കിലൊന്നും പോകാതെ നേരെ വീട്ടിലോട്ട് പോയിട്ട് അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാണ്. അവളുടെ മനസ്സിലെന്താന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവളെ ക്യാഷ് എടുക്കുന്നു. എന്നിട്ട് അത് മോഷ്ടിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകാന്നുള്ളതാണ് അവളുടെ ഇപ്പോഴത്തെ പ്ലാൻ. ഇതെല്ലാം വെച്ച് സാമിന്റെ കൂടെ പുതിയൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഇവളുടെ പ്ലാൻ. ഇവള് സാം ജീവിക്കുന്ന ടൗണിലോട്ട് വണ്ടി എടുത്ത് പോവാണ്. അവൾ പറ്റുന്നത്ര സ്പീഡിൽ വണ്ടി ഓടിച്ച് പോവാണ്. അവളെവിടെയും വണ്ടി നിർത്തുന്നില്ല. രാത്രിയിൽ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏതോ സമയത്ത് അവൾക്ക് അവളുടെ ക്ഷീണം പിടിച്ചിരിക്കാൻ പറ്റിയില്ല. അവൾ അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോവാണ്. അവളുടെ വണ്ടി തന്നെ കിടന്ന് അവളെ ഒരു പോലീസ് ഓഫീസർ തട്ടി വിളിക്കാണ്. $40,000 മോഷ്ടിച്ചു വന്നാണ്. അതുകൊണ്ട് തന്നെ അവളുടെ മുഖത്ത് നല്ല രീതിയിൽ പേടിയെല്ലാം ഉണ്ട്. ഓഫീസർ കാണുന്നുണ്ട്. പുള്ളിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഇവളിപ്പം കളിക്കുന്ന സ്വഭാവം കണ്ടിട്ട് ഇയാൾക്ക് നല്ല സംശയം ഇവിടെ ഉണ്ടെങ്കിലും ഇവളിപ്പം പിടിച്ചു നിർത്താൻ കാരണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇയാൾ പോകാൻ പറയുന്നു. പക്ഷേ ഓഫീസർ ഇവളെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. പോകുന്ന വഴിയിൽ അവളുടെ കാറുകളെല്ലാം വിൽക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയി നിർത്തുകയാണ്. അവളുടെ പ്ലാൻ ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവളുടെ കാർ മാറ്റുക. അങ്ങനെയാണെങ്കിൽ അവളെ ട്രേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അവള് പുതിയ കാർ വേണമെന്നെല്ലാം പറയുന്നുണ്ട്. ഇയാൾ ഓക്കെ പറയുന്നു. പക്ഷെ ഇപ്പോഴും ആ പോലീസ് ഓഫീസർ ഇവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവൾ നല്ല പേടി ഉണ്ടാക്കുന്നുണ്ട്. അയാൾ ഫസ്റ്റ് കാണിച്ച കാർ തന്നെ ഇവൾ ഓക്കെ പറയാണ്. അവൾ കരാർ ഉറപ്പിക്കുന്നു. അധികം വൈകാതെ തന്നെ ആ ഓഫീസർ ഈ കാറെല്ലാം വിൽക്കുന്ന ഈ കമ്പനിയിലോട്ട് ചെല്ലാണ്. എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് അവൾ കിട്ടിയ വണ്ടി എടുത്ത് പെട്ടെന്ന് പോവാണ്. മരിയൻ സാം താമസിക്കുന്ന പട്ടണത്തിലോട്ട് രാത്രി ഫുള്ള് വണ്ടി ഓടിക്കുകയാണ്. അവൾ ഇനി അവിടെ ചെന്നിട്ടേ ഇനി നിർത്തത്തുള്ളൂ എന്നെല്ലാം ഉറപ്പിക്കുന്നുണ്ടെങ്കിലും നല്ല മഴ പെയ്യുന്നു. അവൾക്ക് വണ്ടി ഓടിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥ വരികയാണ്. അതുകൊണ്ട് അടുത്ത് കണ്ട ഒരു മോട്ടലിൽ ഇന്നത്തെ രാത്രി സ്റ്റേ ചെയ്യാൻ അവൾ തീരുമാനിക്കുന്നു. ബേറ്റ്സ് മോട്ടൽ എന്നും മറ്റുമാണ് പേര്. അവൾ ആ മോട്ടലിനകത്തോട്ട് കയറിയപ്പോൾ ഒറ്റയൊരുത്തരം കാണുന്നില്ല. എവിടെ ആരുമില്ല. അവൾ അടുത്തുള്ള ഒരു വീട്ടിലോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു നിഴല് കാണുന്നു. ആരുടെയാണെന്ന് അവൾ അറിയുന്നില്ല. അവൾ നേരെ കാറിനകത്ത് നിന്നിട്ട് ഹോൺ അടിക്കുകയാണ് ആ മേലെയുള്ള ആളെ വിളിക്കാൻ വേണ്ടി. അന്നേരം അതിൻ്റെ അകത്തുനിന്ന് ചെറുപ്പക്കാരനായ ഒരു വ്യക്തി താഴോട്ട് ഇറങ്ങി വരികയാണ്. അയാളുടെയാണ് ഈ മോട്ടൽ. നല്ല മഴയായിരുന്നു, അതുകൊണ്ടാണൊന്നും കേൾക്കാൻ പറ്റാത്ത സോറി എന്നെല്ലാം പുള്ളി പറയുന്നുണ്ട്. എന്നിട്ട് ഉള്ളോട്ട് കയറുന്നു. ഇന്നത്തെ രാത്രി അവിടെ താമസിക്കാൻ വേറെ ആരുമില്ല, ഇവൾ മാത്രമേ ഉള്ളൂ എന്ന് ഇവൾ തിരിച്ചറിയാണ്. അയാൾ ഉള്ളിൽ പോയിട്ട് ഇവൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഒരു റൂം അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ റൂമിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, എവിടെയെല്ലാം എന്തെല്ലാം ആണെന്ന്. അത് മാത്രമല്ല ഇയാളുടെ പേര് നോർമൻ ബേറ്റ്സ് ആണെന്നും പറയുന്നുണ്ട്. രാത്രി ഡിന്നർ കഴിക്കാൻ വീട്ടിലോട്ട് വരുന്നുണ്ടോ എന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ അവൾ പറയുന്നു. എന്നിട്ട് അവൻ പുറത്തോട്ട് പോകുന്നു. എന്നിട്ട് ഇവൾക്ക് ഡ്രസ്സെല്ലാം മാറിക്കൊള്ളാൻ പറയുന്നു. ഇവള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൈസ എടുത്ത് അവൾ ഒരു പത്രത്തിനകത്ത് പൊതിഞ്ഞ് അവിടെയുള്ള ഒരു നൈറ്റ് സ്റ്റാൻഡ് അടിയിൽ വെക്കാൻ തീരുമാനിക്കുന്നു. അവൾ അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യുന്നു. അന്നേരം അയാളുടെ അമ്മയുടെ സൗണ്ട് അവൾ കേൾക്കാണ്. അവളുടെ അമ്മ ഇവനെ വഴക്ക് പറയുന്നു. വേറെ സ്ത്രീകളെ അവന്റെ വീട്ടിലോട്ട് കയറ്റുന്നത് കൊണ്ട് നോർമാൻ ഫുഡുമായിട്ട് താഴോട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നു അവന്റെ അമ്മയ്ക്ക് എന്തോ മാനസിക രോഗമുണ്ട്, അതുകൊണ്ട് അവള് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ സമ്മതിക്കത്തില്ല. എന്തൊക്കെയായാലും അവന്റെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ അമ്മയാണ് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെല്ലാം അവൻ പറയുന്നുണ്ട്. ഇവള് ക്യാഷ്വലായിട്ട് ചോദിക്കുന്നു, എന്നാ നിന്റെ അമ്മേനെ മാനസിക രോഗ ആശുപത്രിയിലാക്കൂടെ? ഇത് കേട്ടപ്പോൾ ഇവന്റെ മുഖം എല്ലാം മാറുകയാണ്. അവൻ ശാന്തമായിട്ട് എന്നിട്ട് പറയാണ്, ഭ്രാന്ത് ഒരു രോഗമല്ല, അതെല്ലാവർക്കും വരും, നിനക്ക് ഇതിനു മുമ്പ് വന്നിട്ടില്ലേ? ഇത് കേട്ടപ്പോൾ എന്തോ വിചിത്രമായിട്ട് തോന്നുന്നു, ഇവനെന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നു. എന്നിട്ട് ഇവള് നേരെ റൂമിലോട്ട് പോവാണ്. ഇവന് സീരിയസ് ആയിട്ട് എന്തെല്ലോ പ്രശ്നമുണ്ട്. ആക്ച്വലി അവന്റെ ഒരു റൂമിൽ നിന്ന് ഇവളുടെ റൂമിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു പിക്ചറിന്റെ അടിയിൽ ഫോട്ടോയെല്ലാം ഇട്ടിട്ട് അവൻ എന്നിട്ട് അവളെ നോക്കുന്നുണ്ട്. അവൾ അറിയാതെ തന്നെ, മരനൊന്നും അറിയാതെ തന്നെ കുളിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൾ കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഇവൻ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അവൾ കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് ഇവളെ കുത്തുന്നു. എന്നിട്ട് ഇവളെ മരിക്കാൻ വേണ്ടിയിട്ട് അവൾ പോവാണ്. അന്നേരം നോർമന്റെ വീട്ടിൽ നിന്ന് ഭയങ്കര വിചിത്രമായിട്ടുള്ള സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട്. നോർമൻ താഴോട്ട് ഓടി വരികയാണ്. എന്നിട്ട് ഇവള് മരിച്ചു കിടക്കുന്നുണ്ട്, പേടിച്ചിരിക്കുകയാണ്. പക്ഷെ പോലീസിന് റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം പുള്ളി ബാത്റൂം ഫുള്ള് വൃത്തിയാക്കുകയാണ്. എന്നിട്ട് ഇവളുടെ ബോഡി എടുത്തിട്ട്
പുള്ളി കാറിന്റെ ഡിക്കിയിലോട്ട് ഇടുകയാണ്. അവളുടെ ബാഗ് എടുക്കുന്നുണ്ട് കാറിന്റെ ഡിക്കിയിലോട്ട് ഇടാൻ. അത് മാത്രമല്ല ആ ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് പൈസയാണെന്ന് ഇയാൾ അറിയുന്നില്ല, അതും അങ്ങോട്ട് തന്നെ ഇടുകയാണ്. എന്നിട്ട് നോർമൻ ആ കാർ എടുത്തിട്ട് അവിടെയുള്ള ഒരു ലേക്കിലോട്ട് പോവാണ്. എന്നിട്ട് അതിനെ മുക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞു. മരിയന്റെ പെട്ടെന്നുള്ള കാണാണ്ടാവൽ അവളുടെ അനിയത്തി ലൈലേനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. അവള് മരിയനെ കുറിച്ച് അന്വേഷിക്കാൻ സാമിന്റെ അടുത്ത് പോന്നു. പക്ഷെ അയാൾക്ക് യാതൊന്നും അറിയുന്നില്ല. എന്നിട്ട് അവരൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കാണുന്നു ഇവളെ കുറിച്ച് അന്വേഷിക്കുന്ന കാര്യമെല്ലാം നോക്കാൻ. ഇയാളുടെ പേര് വരുന്നത് അർബോഗാസ്റ്റ് എന്നും മറ്റുമാണ്. ഇയാൾ പറയുന്നുണ്ട് $40,000 മോഷ്ടിച്ചതിന് മരിയന്റെ പേരിൽ ചെറിയൊരു സംശയം നിലനിൽക്കുന്നുണ്ടെന്ന്. മരിയൻ സാമിന്റെ ഉള്ളിൽ നിന്ന് ഉറപ്പുവരുത്തിയിട്ട് അയാളെ നാട്ടിൽ ഫുള്ള് പോയി അന്വേഷിക്കുകയാണ്. ആരെങ്കിലും ഇവളെ കുറിച്ച് കണ്ടിട്ടുണ്ടോ എന്ന്. ആരും കണ്ടിട്ടില്ല. അവൻ നോർമൻ ബേറ്റ്മാന്റെ അടുത്ത് എത്തുന്നുണ്ട്. അവർ മീറ്റ് ചെയ്യുന്നു. അവൻ ഇങ്ങോട്ട് ഒരാഴ്ചയായിട്ടും വന്നിട്ടില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അയാൾ രജിസ്റ്റർ ബുക്ക് കാണിക്കാൻ പറയുന്നു. ഒരു വഴിയില്ലാണ്ട് ഇവരത് കാണിക്കുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് ഇവളുടെ പേരുണ്ട്. അവളുടെ ഹാൻഡ് റൈറ്റിംഗും മാച്ച് ആവുന്നു. അത് കണ്ടിട്ട് ഇവനൊന്നും പറയാൻ കഴിയുന്നില്ല. ഇത്രയൊക്കെ ചെയ്തിട്ട് അവൻ ആ തെളിവും കൂടെ നശിപ്പിക്കാൻ പറ്റത്തില്ലായിരുന്നു ഒന്നും അറിയത്തില്ല. അതിൻ്റെ അകത്ത് ഇവളുടെ പേരുണ്ട്. നോർമൻ പേടിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് പറയുന്നു എനിക്ക് ചെറിയ ഓർമ്മയുടെ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഒരു ആൾക്കാരുടെ പേരിൽ ഞാൻ മറന്നു, അതുകൊണ്ട് ഞാൻ മറന്നു പോയതാണ്, അത് വലിയ കാര്യമാക്കേണ്ടത്. ഇവള് രാത്രി അവിടെ സ്റ്റേ ചെയ്തിരുന്നു. രാവിലെ ഭയങ്കര വെളുപ്പിന് തന്നെ ഒന്നും പറയാണ്ട് അവൾ എഴുന്നേറ്റ് പോയെന്ന് ഇവൻ പറയുന്നു. സ്വാഭാവികമായിട്ടും ഇവന്റെ പെരുമാറ്റം കണ്ട് അർബോഗസ്റ്റിനെ ഡൗട്ട് അടിക്കുന്നുണ്ട്. 12 ക്യാമ്പിനുകളും ചെക്ക് ചെയ്യണമെന്നും പറയുന്നുണ്ട്. അന്നേരം ആ വീടും കാണുന്നു. വീട്ടിൽ ജനാലയ്ക്കുള്ളിൽ ഒരു രൂപം കാണുന്നു. അതെന്റെ അമ്മയാണെന്ന് പറഞ്ഞപ്പം ഒന്ന് സംസാരിക്കാവോ എന്ന് ഇവൻ ചോദിക്കുകയാണ്. പക്ഷെ അതിവൻ സമ്മതിക്കുന്നില്ല. ഇയാള് ഫോൺ എടുത്തിട്ട് ഇവന്റെ അനിയത്തി ലൈലേനെ വിളിച്ചിട്ട് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുന്നു. എന്നിട്ട് പറയുന്നു നോർമന്റെ അമ്മേനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അമ്മയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഞാൻ പോവാണ്, 1 മണിക്കൂറിനുള്ളിൽ ഞാൻ വിളിക്കുമെന്നും ഡിറ്റക്റ്റീവ് പറഞ്ഞിട്ട് പുള്ളി ഫോൺ കട്ടാക്കുന്നു. ഡിറ്റക്റ്റീവ് ബേറ്റ്സ് മോട്ടലിലോട്ട് പോകുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. പുള്ളി അതുകൊണ്ട് മേലുള്ള വീടിന്റെ ഉള്ളിലോട്ട് കയറാൻ തീരുമാനിക്കുന്നു. അവിടെ ആരും കാണുന്നില്ല. അയാൾ ഉള്ളിലോട്ട് കയറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾ കുത്തേറ്റ് പടികളിൽ നിന്ന് വീണ് മരിക്കുകയാണ്. പിന്നെ ടൗണിലാണ് കാണിക്കുന്നത്. ഡിറ്റക്റ്റീവിന്റെ വിളിയൊന്നും കാണാഞ്ഞിട്ട് സാം നേരിട്ട് തന്നെ ആ മോട്ടലിൽ പോയി അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. അവൻ അങ്ങനെ അവിടെ പോകാൻ വേണ്ടി തുടങ്ങുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വരികയാണ്. അവൻ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ പുള്ളിനൊന്നും കണ്ടില്ല, ഡിറ്റക്റ്റീവിനെ കണ്ടില്ല, ആരെയും കണ്ടില്ല, അവിടെ ആരുമില്ല. മിക്കവാറും പുള്ളി പെട്ടെന്ന് ഒരു ക്ലൂ കണ്ടിട്ട് അതിന്റെ പുറകെ പോയിട്ടുണ്ടാവും. പക്ഷെ ഒരു സ്ത്രീനെ അവൻ കണ്ടു, ജനലിന്റെ അവിടെ ആയിട്ട് നിൽക്കുന്നത്. ഇവർക്കിത് വിശ്വസിക്കാൻ കഴിയാണ്ട് ഇവരവിടെയുള്ള ഷെരീഫിന്റെ അടുത്തോട്ട് പോകുന്നു. പുള്ളി ഇതെല്ലാം വലിയ സീനൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് വേണേലും ഞാൻ നോർമനെ ഒന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് അയാളെ വിളിച്ചിട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അയാൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ മരി എവിടെയാന്ന് ഒരു ക്ലൂ കിട്ടിയെന്നും പറഞ്ഞിട്ട് ഡിറ്റക്റ്റീവ് അയാളുടെ പുറകെ പോയി, അല്ലെങ്കിൽ ആ ക്ലൂവിന്റെ പുറകെ പോയെന്നാണ് പറയുന്നത്. ആർബോഗസ്റ്റ് അവന്റെ അമ്മേനെ കാണണം എന്ന് ഇവളെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇവൾക്ക് ഇതിൽ വിശ്വാസമില്ല. ഇത് ഭയങ്കര വിചിത്രമായിട്ടാണ് ഇവൾക്ക് തോന്നുന്നത്. ഇത് കേട്ട് ഷെരീഫ് പറയാണ് നോർമന്റെ അമ്മ മരിച്ചിട്ട് 10 വർഷമായല്ലോ എന്ന്. നോർമന്റെ അമ്മയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതിന്റെ ജലസില് ഇവൻ അവരെ രണ്ടുപേരും കൊല്ലുവാണ് ഉണ്ടായത്. സാമിനോഷ് ഉറപ്പാണ് പ്രായ ഒരു പെണ്ണിനെ വിൻഡോയുടെ അവിടെ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മളെ കാണുന്നത് നോർമൻ അവന്റെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവന്റെ അമ്മയായിട്ട് വഴക്കുണ്ടാക്കുന്നതാണ്. നോർമൻ അവന്റെ അമ്മേനെ ആ വീട്ടിലുള്ള എന്തോ ഒരു സെറ്റപ്പിൽ ഒളിപ്പിച്ചു വെക്കാം പോലീസുകാർ വരുന്നതിന് മുമ്പ് എന്നാണ് അവൻ തീരുമാനിക്കുന്നത്. സാമും ലൈലയും കൂടെ ഷരീഫിനെ കാണാൻ പോകുമ്പോൾ അയാൾ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അവൻ നോർമന്റെ വീട്ടിലൊന്ന് കാണാൻ പോയായിരുന്നു, അവിടെ ആരെയും കാണുന്നില്ല, അതുകൊണ്ട് അവിടെ അമ്മയുണ്ടെന്ന് സാമിന് തോന്നിയതായിരിക്കും. സാമും ലൈലയും കൂടെ ആ മോഡലിൽ പോയിട്ട് നേരിട്ട് അന്വേഷിക്കാമെന്ന് തീരുമാനിക്കുന്നു. അവർ രണ്ടുപേരും മാരീഡ് കപ്പിൾസിനെ പോലെ അങ്ങോട്ട് പോയിട്ട് അവിടെ റൂമെല്ലാം എടുക്കുന്നു. നോർമൻ അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് കീ എല്ലാം കൊടുക്കുന്നു, റൂമെല്ലാം സെറ്റ് ആക്കുന്നു. നോർമൻ അടുത്തില്ലെന്ന് ഉറപ്പാക്കിയിട്ട് സാമും ലൈലയും കൂടെ റൂം നമ്പർ 1 കയറാണ്. മരിയന്റെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള ഒരു പേപ്പർ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർ കാണാണ്. $40,000 ഒരു സബ്ട്രാക്ഷനാണ് അതിൻ്റെ അകത്തുള്ളത്. കൂടുതൽ തെളിവ് കണ്ടുപിടിക്കാൻ വേണ്ടി സാം നോർമനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു. അന്നേരം ലൈല ആ റൂമിലോട്ട് ആ വീട്ടിലോട്ട് കയറാണ്. സാം നോർമനെ കുറെയൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും അവന് പെട്ടെന്ന് എന്തോ സംശയം തോന്നിയിട്ട് ഇവർ തമ്മിൽ അടിയാവുകയാണ്. നോർമൻ സാമിനെ അടിച്ചിടാണ്. എന്നിട്ട് വേഗം വീട്ടിലോട്ട് ഓടുകയാണ്. നോർമൻ ഓടി വരുന്ന കണ്ട് ലൈല പെട്ടെന്ന് ഒളിക്കാൻ നോക്കുമ്പോൾ താഴെ ഒരു ബേസ്മെന്റ് ഡോറ് ഇവൾ കാണാണ്.
അത് അവൾ തുറക്കുമ്പോൾ ആ ബേസ്മെന്റിൽ അവൾ കാണുന്ന കാഴ്ച അവന്റെ അമ്മ അവിടെ ഇരിക്കുന്നതാണ്, നോർമന്റെ അമ്മ. അന്നേരം നോർമൻ ഒരു വിഗെല്ലാം വെച്ചിട്ട് താഴ്ത്തു വരികയാണ് ഇവളെ കുത്താൻ വേണ്ടി. ഷെരീഫ് പറഞ്ഞല്ല ശരിയായിരുന്നു, അവന്റെ അമ്മ മരിച്ചതായിരുന്നു. ഈ നോർമൻ എന്തോ കാരണത്താൽ അവളുടെ അമ്മയുടെ ബോഡി ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. കോർട്ട് റൂമിലെ നോർമന്റെ വിധി കഴിഞ്ഞ് ഒരു സൈക്കോളജിസ്റ്റ് ഇവരെ കാണാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് പറയാണ് നോർമൻ 2 പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു, ഒന്ന് അവൻ്റേത്, രണ്ടാമത്തേത് വിചാരിക്കുന്നത് അത് അവൻ്റെ അമ്മയാണെന്നാണ്. ഡിറ്റക്റ്റീവിനെയും മാരിയമ്മിനെയും അമ്മേനെയും ബോയ് ഫ്രണ്ടിനെയും എല്ലാം കൊന്നത് ഇവൻ തന്നെയാണ്. അമ്മ മരിച്ചു കഴിഞ്ഞ് ആ ക്രൈം മറക്കാൻ വേണ്ടി അവന് ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ടാവുകയാണ്. അവൻ അവളെ ഇമ്മോർട്ടലൈസ് ചെയ്യാൻ വേണ്ടിയാണ് അവളുടെ ബോഡിയും കൂടെ എല്ലാം എടുത്തു വെച്ചത്. നോർമന് സ്ത്രീകളോട് എന്തെങ്കിലും സെക്സ്വൽ അട്രാക്ഷൻ തോന്നുമ്പോൾ നോർമന്റെ അമ്മയുടെ ഭാഗം അല്ലെങ്കിൽ മദർ പേഴ്സണാലിറ്റിക്ക് ജലസി വന്നിട്ട് അവർ ഭയങ്കര ക്രൂരമായിട്ട് റിയാക്ട് ചെയ്യും. അതാണ് മറിയമ്മിന്റെ കേസിൽ നമ്മൾ കണ്ടതും. ഇന്റർവേഷൻ റൂമിൽ ഇരിക്കുമ്പോൾ നോർമന്റെ മനസ്സിലുള്ള അമ്മയുടെ വോയിസ് അവളല്ല ഇവനാണ് ഇത്ര നാളും കുറ്റം ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഈ ഒരു ചിരിയും കാണിച്ചിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്, ആ കാർ റിക്കവർ ചെയ്യുന്ന കാണിച്ചിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്, എല്ലാവർക്കും ഉണ്ടാവുന്നില്ല, എനിക്കുണ്ടായ ഒരു ഡൗട്ടാണ്. ഷാഡോ ആയിട്ട് കാണിക്കുന്ന എല്ലാം ഇവളുടെ സ്കെൽട്ടൺ ആണെങ്കിൽ, അമ്മയുടെ സ്കെൽട്ടൺ ആണെങ്കിൽ നോർമൻ അവളെ എടുത്തുകൊണ്ട് താഴോട്ട് പോകുന്ന ഒരു സീനുണ്ട്, ബേസ്മെന്റിലോട്ട് പോകുന്ന ഒരു സീനുണ്ട്. അവിടെ അവളുടെ ബോഡി എങ്ങനെ സ്കെൽട്ടൺ അല്ലാണ്ട് ഫ്ലഷും ബ്ലഡും എല്ലാം ഉള്ളതായിട്ട് വന്നു. അത് മേ ബി ഒരു ഇല്യൂഷൻ പോലെ ഡയറക്ടർ കാണിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നോർമന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഉദ്ദേശിച്ച്. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളെ കൂടുതൽ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി, ട്വിസ്റ്റ് നേരത്തെ പ്രഡിക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ഡയറക്ടർ തന്നെ അവിടെ എങ്ങനെയാണ് അവൻ്റെ അമ്മയുടെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതെന്നുള്ള ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അതവൻ മിമിക്ക് ചെയ്തെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊക്കെ എനിക്കറിയില്ല, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. സിനിമയെ കുറിച്ച് വേറെ ഡൗട്ട് ഒന്നുമില്ലെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അടുത്തായിട്ട് ഏത് സിനിമയുടെ വീഡിയോ ചെയ്യണമെന്നും പറയുക, ചെയ്യുന്നതായിരിക്കും. ഇനി ഈ സിനിമ നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതേ പേരിൽ ഇതിൻ്റെ ഒരു റീമേക്ക് ഉണ്ട്, സൈക്കോ എന്ന് പറഞ്ഞ് 1998 പുറത്തിറങ്ങിയ. ഇതൊരിക്കലും കാണരുത്, ഇത് നോക്കിയിട്ട് വേണം കാണാൻ. അബദ്ധവശാൽ 1998 സിനിമയായിരുന്നു ഞാൻ ഫസ്റ്റ് കണ്ടേ. റീമേക്ക് എന്നൊന്നും പറയാൻ പറ്റൂല, ഷോട്ട് ബൈ ഷോട്ട് അതേപടി കോപ്പി അടിച്ചു വെച്ചിട്ടും സിനിമ ഒത്തില്ല. ഗുഡ് വിൽ ഹണ്ടിങ് എല്ലാം ഡയറക്റ്റ് ചെയ്ത ഗസ് വാൻ സാന്റ് ആണ് അതും ഡയറക്റ്റ് ചെയ്തത്, പക്ഷേ സിനിമ കൊള്ളില്ല.